മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഏത്തവാഴ നടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴക്കന്ന് വിൽക്കുന്ന കടയിൽ പോയി 5 ഏത്തവാഴയുടെ കണ്ണാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കടക്കാരൻ ഒരു എണ്ണം കൂടെ കൂടുതൽ തന്നു. നമുക്കിത് നല്ലപോലെ വൃത്തിയാക്കിയെടുക്കാം. ഇത് മേട്ടുപ്പാളയം ഏത്തവാഴയുടെ വിത്താണ് കേട്ടോ. നല്ല വാഴയാണ്. അതുപോലെ തന്നെ 6-ാം മാസം കൊലയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ്. അപ്പം നമുക്ക് നട്ടു നോക്കാം. ഇതെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ഇത് കണ്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു. ഇനി വേറെ നട്ടു നോക്കാം. ഞാനിന്ന് 3 വാഴക്കണ്ണാണ് നടുന്നത്. 3 വാഴക്കുഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് 3 എണ്ണമാണ് നടുന്നുള്ളൂ. നടാനുള്ളതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കാം. ഇത് ട്രൈക്കോഡർമയാണ് കേട്ടോ. എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഈ ട്രൈക്കോഡർമ. ഇത് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ ഞാനൊരു 2 ടീസ്പൂണോളം ട്രൈക്കോഡർമ ചേർത്ത് ഇളക്കിയ ശേഷം ഇതിൽ നല്ലപോലെ കലക്കി ഇതിൽ നടാനുള്ള വാഴക്കണ്ണ് നമുക്ക് 1 മണിക്കൂർ നേരം മുക്കി വയ്ക്കാം. ട്രൈക്കോഡർമ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പച്ചക്കറികളേക്കാൾ കൂടുതൽ പച്ചക്കറികൾക്ക് സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നു. അതുപോലെ കപ്പ, ചേന, ചേമ്പ്, ഇഞ്ചി അങ്ങനെയുള്ള ഇതിനെല്ലാം നമ്മൾ ഈ ട്രൈക്കോഡർമയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേര് ചീയൽ, അതുപോലെ കരിക്കനൊക്കെ ഉണ്ടാകുന്നതിന് തടയുന്നതിനൊക്കെ ഈ ട്രൈക്കോഡർമ ചേർത്ത് വെച്ച് ഇതിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു മണിക്കൂറിന് ശേഷം നമുക്കിത് നട്ടു കൊടുക്കാം. ഇത് വളക്കടയിൽ നിന്നും വാങ്ങിയ ജൈവ വളമാണ്. ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, അതുപോലെ മസ്റ്റാർഡ് കേക്കാണെന്ന് തോന്നുന്നു, അത് എല്ലാം കൂടെ ഉണ്ട്. ഇത് നല്ല ഒരു ജൈവവളമാണ്. നമ്മൾ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും വേറെ വാങ്ങിക്കുന്നതിലും ഭേദം ഇങ്ങനെ വാങ്ങിക്കുന്നതാണ്. ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് കുഴിയെടുത്തിട്ട് കുമ്മായം വിതറി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. കുഴിയൊന്നും എടുത്തൊന്നും അത്ര നന്നായിട്ടൊന്നുമില്ല. നമുക്ക് നട്ടു നോക്കാം. നല്ല താഴ്ചയൊക്കെ ഉണ്ട് കുഴിക്ക്. ഏത്തവാഴയുടെ കണ്ണ് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂമ്പ് വന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നേരെ വെച്ചാൽ മതി. കൂമ്പ് ഇല്ലെങ്കിൽ നമ്മൾ കിടത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ജൈവവളം ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ വളം ചെയ്യുന്നത് ഒരു 4 ഇലയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഏത്തവാഴയ്ക്ക് വളം ചെയ്യുന്നത്. കുറച്ചുകൂടെ മണ്ണ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ചപ്പിട്ട് നനച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത രണ്ടും കൂടെ നമുക്ക് ചെയ്യാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ നനച്ചു കൊടുത്താൽ മതിയാവും.